Mode of binomial distribution. Binomial distribution already discuss ചെയ്തതാണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മീൻ വേരിയൻസ് അങ്ങനത്തെ എല്ലാം അങ്ങനത്തെ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇസ് മോഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. മോഡ് is the value of x at which frequency is maximum. In probability density function, it is the value at which probability is maximum. നമ്മൾ ഫ്രീക്വൻസി ടേബിളിലാണെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി ഏതിനാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് വാല്യൂ ആണ് നമ്മൾ മോഡായിട്ട് എടുക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ പ്രോബബിലിറ്റി മാക്സിമം ആവുന്നത് എവിടെയാണോ അവിടെയാണ് മോഡായിട്ട് എടുക്കേണ്ടത്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് മാക്സിമം, ദാറ്റ് ഈസ് let x is mod, then f of x is maximum. That is f of x is greater than f of x minus 1. അതായത് തൊട്ട് താഴെയുള്ള വാല്യൂ ആണ് എക്സ് മൈനസ് 1. ഇപ്പോൾ ബൈനോമിയൽ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ആണല്ലോ. അപ്പോൾ എക്സ് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2 അങ്ങനെ. അതുപോലെ എക്സിൻ്റെ തൊട്ട് താഴെ എക്സ് മൈനസ് 1 ആയിരിക്കും. അപ്പോൾ എക്സ് ആണ് മാക്സിമം വാല്യൂ എങ്കിൽ എഫ് ഓഫ് എക്സ് ആണ് മോഡെങ്കിൽ എഫ് ഓഫ് എക്സ് തൊട്ട് താഴെയുള്ള എഫ് ഓഫ് എക്സ് മൈനസ് 1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അല്ലേ, മാക്സിമം അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് 1-നേക്കാളും വലുതായിരിക്കും എഫ് ഓഫ് എക്സ്. അതേപോലെ തന്നെ അടുത്ത വാല്യൂ ആണ് എക്സ് പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 1-നേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം, അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് 1. What does mean by f of x? F of x is probability density function of probability density at x. P of x equal to x. P of x equal to x is ncx p raised to x q raised to n minus x. That is greater than nc x minus 1. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് പകരം എക്സ് മൈനസ് 1 കൊടുക്കുക. അതായത് പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ദാറ്റ് ഇസ് എൻ സി എക്സ് മൈനസ് 1 പി റേസ് ടു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് മൈനസ് 1. ഇനി ഇതിൽ രണ്ട് സൈഡിലും കൂടെ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള എന്താ നോക്കാം. അപ്പോൾ എൻ സി എക്സിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയലിൻ്റെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. സിമിലർലി ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഗെറ്റ് എൻ ഫാക്ടോറിയൽ ബൈ എൻ സി എക്സ് മൈനസ് 1 അല്ലേ. അപ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എൻ മൈനസ് ഓഫ് എക്സ് മൈനസ് 1. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൻ മൈനസ് എക്സ് പ്ലസ് 1 ആവും അല്ലേ. ഇതിൻ്റെ പി റേസ് ടു എക്സ് മൈനസ് 1 ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് 1. മൈനസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എക്സ് പ്ലസ് 1. ഇനി അപ്പോൾ ഇവിടെ പി റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ പി റേസ് ടു എക്സ് മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു പി കുറവാണ്, എക്സ് മൈനസ് 1 അല്ലേ. ഇവിടെ പി റേസ് ടു എക്സ്. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പി വരും അല്ലേ, റിമൈനിങ് പി. ഇവിടെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്, ഇപ്പുറത്ത് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ എൻ മൈനസ് എക്സ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലൊരു ക്യൂ റിമൈനിങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പി. അതുപോലെ തന്നെ ഇത് നോക്കുക, എൻ ഫാക്ടോറിയൽ ക്യാൻസൽസ്. ദെൻ എക്സ് ഫാക്ടോറിയൽ ഉണ്ട് ഇവിടെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു എക്സ് ബാക്കി വരും. പിന്നെ ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലാണ്, ഇവിടെ എൻ മൈനസ് എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എൻ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര എൻ മൈനസ് എക്സ് വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അടുത്ത ടേമാണ് എൻ മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ റൈറ്റ് സൈഡിലാണ് എൻ മൈനസ് എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ എൻ പ്ലസ് 1 മൈനസ് എക്സ്, ഇങ്ങനെ എഴുതിയാലും ഒന്നാണല്ലോ. എൻ പ്ലസ് 1 മൈനസ് എക്സ് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ പി റേസ് ടു പി ഉണ്ട്, പിന്നെ എക്സും എക്സ് മൈനസ് 1 എക്സ് ഫാക്ടോറിയൽ എക്സ് മൈനസ് 1 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ബാക്കി വരും. അപ്പോൾ പി ബൈ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ ബൈ എൻ പ്ലസ് 1 മൈനസ് എക്സ്. അങ്ങനെ റിലേഷൻ കിട്ടും. അപ്പോൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, പി ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ എക്സ്. Now substitute q is equal to 1 minus p, then simplify, then we get ഇവിടെ അതേപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ പി പ്ലസ് പി മൈനസ് പി എക്സ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് പി എക്സ് എന്ന് വരും. അപ്പോൾ പി എക്സ് പി എക്സ് ക്യാൻസൽസ്, ദെൻ റിമൈനിങ് ഈസ് എൻ പി പ്ലസ് പി
that is greater than x now. That is P is take note, then we get n plus 1 into P is greater than x now. അതിനെ നമ്മൾ തിരിച്ച് എഴുതുമ്പോൾ എന്താവും, എക്സ് ഈസ് ലെസ് ദാൻ എൻ പ്ലസ് 1 പി. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തത്, എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് 1 ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇനി അടുത്തത് കേസ് 2 എടുക്കുക. എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഓൾസോ, അല്ലേ? മോഡ് മാക്സിമം ആകുമ്പോൾ തൊട്ടടുത്ത വാല്യൂവേക്കാളും ഗ്രേറ്റർ ആയിരിക്കും പ്രോബിലിറ്റി. അപ്പോൾ എക്സ് പ്ലസ് 1 തീർച്ചയായിട്ടും ഗ്രേറ്റർ ആയിരിക്കും. എന്നാലാണല്ലോ അത് മോഡ് ആവുക, അല്ലെങ്കിൽ മാക്സിമം പ്രോബിലിറ്റി ആയി വരുന്നത് അവിടെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എഫ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എൻ സി എക്സ് പ്ലസ് 1 പി റേസ് ടു എക്സ് പ്ലസ് 1 ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് 1. നേരത്തെ ചെയ്ത പോലെ രണ്ട് സൈഡിൽ എക്സ്പാൻഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 ഫാക്ടോറിയലാണ്. രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് ഒരു എക്സ് പ്ലസ് 1 വരിക. അവിടെ ഇവിടെ പി റേസ് ടു എക്സ് ആണ്, ഇവിടെ പി റേസ് ടു എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു പി വരും. പി റേസ് ടു എക്സ് കംപ്ലീറ്റ് ആയി കട്ട് ചെയ്ത് പോകും. പിന്നെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് അല്ലേ ഇവിടെയുള്ളത്. പുറത്താണെങ്കിൽ ഇതിന് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ അതിനെ എഴുതി കഴിയുമ്പോൾ എൻ മൈനസ് എക്സ് മൈനസ് 1 ആവും. ബ്രാക്കറ്റ് മാറ്റി കഴിയുമ്പോൾ എൻ മൈനസ് എക്സ് മൈനസ് 1 ആവും. ഇവിടെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് മൈനസ് 1, ലെഫ്റ്റ് സൈഡിൽ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. രണ്ടു പേര് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് ഒരു ക്യൂ റിമൈനിങ് ആയിട്ട് വരിക. എൻ മൈനസ് എക്സ് മൈനസ് 1 ഇസ് ലെസ് ദാൻ എൻ മൈനസ് എക്സ്. അപ്പോൾ ക്യൂ ബൈ എൻ മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിൽ പി ബൈ എക്സ് പ്ലസ് 1. ഈ എൻ മൈനസ് എക്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലൂടെ ഉണ്ട്, ഇവിടെ എൻ മൈനസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയലാണ്. രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് എൻ മൈനസ് എക്സ് വരിക. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ എൻ മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ പി ബൈ എക്സ് പ്ലസ് 1. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ പി ഇൻറ്റു എൻ മൈനസ് എക്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി, then we get and simplify, then we get x is greater than n plus 1 into p minus 1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ്പാൻഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ n പ്ലസ് 1 p മൈനസ് 1. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ റിലേഷൻ എന്താ, എക്സ് ഇസ് ലെസ് ദാൻ n പ്ലസ് 1 ഇൻറ്റു പി. ഇപ്പോൾ കിട്ടിയത് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ n പ്ലസ് 1 p മൈനസ് 1. ദാറ്റ് ഇസ് എക്സ് ഈസ് ദ ഇൻറ്റിജർ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എൻ പ്ലസ് 1 പി. ഇപ്പോൾ എൻ പ്ലസ് 1 പിയും എൻ പ്ലസ് 1 പി മൈനസ് 1ഉം അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള വാല്യൂ ആണ് എക്സ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് എഴുതി കഴിയുമ്പോൾ എൻ പ്ലസ് 1 ഇൻറ്റു പി ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ n plus 1 x is greater than n plus 1 p minus 1, and also x is less than n plus 1 p. അപ്പോൾ എന്താ രണ്ടും കൂടെ ഒരുമിച്ച് റിലേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് വരുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് റിലേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അതായത് n plus 1 p minus 1 is less than x, n plus 1 p minus 1 is less than x, and less than n plus 1 p എന്ന് വരും റിലേഷൻ. അതിവിടെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ n plus 1 p minus 1 is less than x. തിരിച്ചെഴുതി കഴിയുമ്പോൾ n plus 1 p minus 1 is less than x and less than n plus 1 p എന്ന് വരും. അപ്പോൾ അതായത് n plus 1 പിയുടെയും n plus 1 p minus 1ൻ്റെയും അതായത് n plus 1 p minus 1ൻ്റെയും n plus 1 പിയുടെയും ഇടയിലുള്ള ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് മോഡ്. എന്തുകൊണ്ടാണ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂസ് എല്ലാം ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. 1 2 3 എക്സെട്ര അപ് ടു n, 0 1 2 3 എക്സെട്ര അപ് ടു n പ്ലസ് 1 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂസ് ഒക്കെ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ n പ്ലസ് 1 p മൈനസ് 1ൻ്റെയും n പ്ലസ് 1 p ഇൻറ്റു പിയുടെയും ഇടയിലുള്ള ഒരു ഇൻറ്റിജറാണ് എന്ത്, മോഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഫൈൻഡ് ദ മോഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇനി ചിലപ്പോൾ n പ്ലസ് 1 p ഒരു ഇൻറ്റിജർ ആണെങ്കിലോ, സപ്പോസ് ഇറ്റ് ഈസ് 3, then n plus 1 p minus 1 is also integer. Therefore we write n plus 1 p is less than x less than n plus 1 p minus 1 is less than x less than n plus 1 p എന്ന് എഴുതും.
അതായത് 2 <x <3 എന്നാവും. അപ്പോൾ ആ കേസ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻറ്റിജർ വാല്യൂ ഇല്ല. അപ്പോൾ അതിനർത്ഥം ദർ ഈസ് എ ബൈ മോഡൽ കേസ്, ദാറ്റ് ഈസ് എ ബൈ മോഡൽ കേസ്. അപ്പോൾ രണ്ട് n+1p ഒരു ഇൻറ്റിജർ ആണെങ്കിൽ തീർച്ചയായിട്ടും n+1p - 1 ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ആ കേസിൽ അവിടെ ബൈ മോഡൽ കേസാണ് വരുന്നത്. അപ്പോൾ n+1p ഇൻറ്റിജർ ആണെങ്കിൽ അവിടെ ബൈ മോഡൽ കേസ് വരും. നേരെ മറിച്ച് ഇതിന് ഇൻറ്റിജർ അല്ലെങ്കിൽ n+1p - 1ൻ്റെയും n+1pയുടെയും ഇടയിലുള്ള ഇൻറ്റിജർ വാല്യൂ ആണ് മോഡ്. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായെന്ന് വരും.